കൂത്തുപറമ്പ് പോരാട്ടത്തിലെ 5 രക്തനക്ഷത്രങ്ങൾക്കൊപ്പം പുഷ്പനും ഇനി ജ്വലിച്ചു നിൽക്കും. 3 പതിറ്റാണ്ട് നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിലാണ് ഈ ധീര പോരാളി നാടിനോട് വിട പറഞ്ഞത്. നീതി നിഷേധിക്കപ്പെട്ടവർക്കായി ഒരു മുദ്രാവാക്യമെങ്കിലും വിളിക്കാൻ പറ്റാതെയിരിക്കുന്നതിലും ഭേദം മരണം എന്നായിരുന്നു സഹനങ്ങൾ അത്രയും താണ്ടിയിട്ടും ജീവിതാന്ത്യത്തിലും പുഷ്പന്റെ നിലപാട്. UDF സർക്കാരിന്റെ അഴിമതിക്കെതിരായ ഐതിഹാസിക സമരത്തിൽ വെടിയേറ്റ് സുഷുമ്നാ നാഡി തകർത്ത ശരീരവുമായി തളർന്നു വീണെങ്കിലും ഉരുക്കുപോലെ ഉറച്ച മനസ്സോടെ ജീവിച്ചു. കഠിന വേദനയിലും പുഞ്ചിരി മായാത്ത മുഖവുമായാണ് പുഷ്പനെ എന്നും നാട് കണ്ടത്. അത്രയും മനക്കരുത്തും രാഷ്ട്രീയ ബോധ്യവും പുഷ്പന് അന്നു തൊട്ടിന്നോളം ഉണ്ടായിരുന്നു. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. വെടിയേറ്റ് പൂർണ്ണമായി കിടപ്പിലായിട്ടും ഇത്രയും നാൾ ജീവിച്ചിരുന്ന മറ്റൊരാൾ കേരളത്തിലില്ല. തലമുറകൾക്കെന്നും ആവേശമായ ധീരസഖാവേ, ലാൽ സലാം.